സുഹൃത്തുക്കളെ, ഞാൻ ഡോക്ടർ പയ്യാടക്കൻ പ്രഭാകരൻ. ഞങ്ങളുടെ കഥാ സിന്ധു എന്ന സംരംഭത്തിൻ്റെ ആദ്യത്തെ ആൽബം ഇന്ന് ഇവിടെ ഇറക്കാൻ പോവുകയാണ്. ഇത് ഒരു കഥയാണ്, ഒരു സ്ത്രീയുടെയും മകൻ്റെയും അവരുടെ ഭർത്താവിൻ്റെയും കഥ. സ്ത്രീക്ക് ഒരു മാരകമായ അസുഖം വന്ന് അവരെ ശ്രദ്ധിക്കാതെ അവരുടെ ഭർത്താവ് കിടന്ന് ഉഴപ്പുകയാണ്. അത് രോഗം വരുന്നത് ആരുടെയും കുറ്റമല്ല. രോഗികളെ വെറുക്കുന്ന സമൂഹത്തിന് എതിരെയുള്ള ഒരു ആപ്തവാക്യമാണ് ഈ കഥയുടെ കഥാതന്തു. നിങ്ങൾ കാണുക, ഞങ്ങളുമായി സഹകരിക്കുക, വിജയിപ്പിക്കുക. നമസ്കാരം. കണ്ടോ? പാപ്പം ചുറ്റേക്കാം കേട്ടോ. മക്കളെ മാമി വരൂ വരൂ വരൂ. എന്റെ സ്കൂളിലെ എല്ലാരും കേൾക്കണം അച്ഛൻ എന്ത് വരാത്തേന്ന്. ഞാൻ പറഞ്ഞ ഉടനെ വരുമെന്നൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ അച്ഛനെ ഇന്നലെ വിളിച്ചിരുന്നേ. എന്നിട്ട് നമ്മളെ കാര്യമൊക്കെ കേട്ട്. പക്ഷെ അമ്മേടെ കാര്യം പറഞ്ഞപ്പോ എന്തോ അച്ഛൻ പെട്ടെന്ന് ഫോൺ വെച്ചോ. അച്ഛൻ എന്താ അമ്മ ഇങ്ങനെ ഇപ്പം ഒന്നും മിണ്ടയോ ഒന്നും ഇല്ലാത്ത? അത് മക്കളെ, ഒരു വാഴ നട്ടാലേ അതിന് വളമൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അതിനെ നല്ല വളർത്തിയെടുക്കണം. അത് നല്ല വളർന്ന് ഇതാകുമ്പോഴത്തേക്ക് വാഴക്കൊല വെട്ടിയെടുത്തിട്ട് ആ വാഴപ്പിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ എടുക്കും, നല്ലതാണെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ കളയും. അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ ജീവിതം. അത്രയും ഇല്ലേ മക്കളെ? അപ്പോഴേ പോച്ച പറിച്ചെല്ലാം ഞങ്ങള്. ഓ എന്തോ ഞാനേ ഇപ്പൊ ഒരു സ്വപ്നം കണ്ടേ. കിടന്ന് ഉറങ്ങണോണ്ടല്ലേ ഈ സ്വപ്നങ്ങള് കാണണ? അതല്ല, നല്ലൊരു സ്വപ്നമാണ്. പറ. അത് ഇവിടെ ഒരു സത്തമ്മയൊക്കെ കൊണ്ട് ഒരാള് വന്ന്, അയാള് വന്നിട്ട് പറഞ്ഞ് ഇതില് ഒരു കാടുണ്ട്, അതില് ശിവനും പാർവതിയും ഗണപതിയും മുരുകനും ഉണ്ടായിരുന്നു. അപ്പൊ അയാള് പറഞ്ഞ് ഇന്ന് നിങ്ങളെ കുടുംബമൊക്കെ നന്നായിട്ട് പോകും. കുറച്ച് നാൾ കഴിഞ്ഞപ്പോ അച്ഛനൊക്കെ വന്ന് നല്ല ഹാപ്പിയായി, എവളൊക്കെ വലുതായി, അങ്ങനെ നമ്മൾ നന്നായിട്ട് കഴിയും. ഹലോ അച്ഛാ. എന്താടാ ഇത്ര പ്രാവശ്യം പറഞ്ഞു ഇങ്ങോട്ട് എന്താണ് കാര്യം? പറയൂ. നമുക്കൊക്കെ ഇവിടെ സുഖം തന്നെ. ഇന്ന് കുഞ്ഞനിയത്തി സ്കൂളിലൊക്കെ പോയി. പിന്നെ അവൻ അത്ര പ്രായമൊന്നുമില്ല, അവൻ സ്കൂളിലൊന്നും പോയി. പിന്നെ ഞാനും പോയി. പിന്നെ അമ്മയുടെ കാര്യം ഒരു കാര്യം ചെയ്യും, അമ്മയുടെ കാര്യമൊന്നും വേറെ വല്ലതും പറയാനുണ്ടോ? ഇല്ല, ശരി. അമ്മ, ഞാൻ അച്ഛനെ വിളിച്ചിരുന്നു. നമ്മളെ കാര്യമൊക്കെ കേട്ടു. പക്ഷെ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോ എന്ത് ഫോണ് കട്ട് ചെയ്തു? ഇത് അമ്മയുടെ കാര്യം പറയുമ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ളത്. പണ്ടൊക്കെ ഭയങ്കര സ്നേഹമല്ലായിരുന്നു, ഇപ്പൊ എന്ത് പറ്റി? പറയാനുള്ളതൊക്കെ പറഞ്ഞ് കേൾക്കാനുള്ളതൊക്കെ കേട്ട് ഇനി എന്ത് പറയാ? ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാനില്ല. നീ സന്ധ്യക്ക് എവിടെയാടാ പോയത്? അത് അമ്മയ്ക്ക് സുഖമില്ല, അങ്ങനെ മെഡിക്കൽ സ്റ്റോർ വരെ പോയാൽ മരുന്ന് വാങ്ങിക്കാൻ. നീ എവിടെ പോയാ? ഞാൻ അഭിയെ കാത്തിരിക്കണേടാ, അവ ഇപ്പം വരാൻ നിർത്തുന്നു. ഇപ്പൊ അമ്മയ്ക്ക് തലവേദനയൊക്കെ കുറവുണ്ട്. ഇനി 2 ദിവസം കഴിയുമ്പോൾ ഒന്നും കൂടെ കൊണ്ടുപോകണം. എടാ, നിന്റെ അമ്മയ്ക്ക് ക്യാൻസർ എന്നാണ് എൻ്റെ അച്ഛൻ പറഞ്ഞത്. എൻ്റെ അച്ഛനും കൂടെ ഉണ്ടായിരുന്നല്ലോ നിന്റെ അമ്മയെ തലറിയാൻ കൊണ്ടുപോകാൻ. നീയൊന്നും അറിയില്ല? കൊച്ചുങ്ങളെവിടെ? അമ്മ വന്നു, അവിടെ ആക്കി തോന്നി. അമ്മമ്മയുണ്ട്. ചിന്ന, നീ എന്ത് വിഷമിച്ചിരിക്കണ? ഒന്നുമില്ല, പിന്നെ അതൊരു കാര്യം പറഞ്ഞു, അതുകൊണ്ട്. എന്ത് കാര്യം പറഞ്ഞ്? പറ മക്കള്, എന്ത് പറഞ്ഞ്? ഇന്നലെ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോയില്ലേ, എന്നിട്ട് അവനെ കണ്ടു ഞാൻ. അപ്പൊ അവ ഒരു കാര്യം പറഞ്ഞു. ഇന്നലെ കേൾക്കണമെന്ന് വിചാരിച്ചാണ്.
പറ. അമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. നീ ഒന്ന് പതുക്കെ പറ. ഇവിടെ ആരെങ്കിലും കേട്ടോണ്ട് വന്നു കഴിഞ്ഞാൽ ജോലിന്ന് പറഞ്ഞു വിടും. അവർ പുറത്ത് വയ്ക്കില്ലേ? അച്ഛൻ പോലും ഒന്നും തരുന്നില്ല. നിങ്ങളുടെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. എൻ്റെ മരുന്നിൻ്റെ കാര്യമൊക്കെ നടക്കുകയാണെങ്കിൽ ഇവിടുന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ്. അമ്മ ഇനി കഷ്ടപ്പെടേണ്ടൊന്നും വരില്ല. ഞാൻ ഫോണിലെ ആദിശങ്കറുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു. അവൻ നല്ലൊരു ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞു. അത് ഫോണിൽ കൂടെ തന്നെ സേഫുമാണ്, മൾട്ടി ബിസിനസ്സാണ്. അപ്പം അതിൽ കൂടെ 1 മാസം തന്നെ നമുക്ക് നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റും. എന്തായാലും ഇനി ഇവിടെ കിടന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. മോനെ ഡോക്ടർ വിളിച്ചിരുന്നു. അന്ന് ചെക്കപ്പിന് പോയതിൻ്റെ റിസൾട്ട് ഇനിയിപ്പോൾ ഉടനെ വരും. നല്ല മൂവ്മെൻ്റ് എന്നാണ് ഡോക്ടർ പറയുന്നത്. ഇപ്പം വളരെ നമുക്ക് വിഷമിക്കേണ്ടിയൊന്നും വരത്തില്ല. അമ്മയ്ക്ക് അസുഖമൊക്കെ മാറി വരും. ആ ഒരു പ്രതീക്ഷയിൽ നമുക്ക് ഇരിക്കും. മക്കൾ വീട്ടിൽ പോകും. അവിടെ അമ്മമ്മയും മക്കളും അല്ലേ ഉള്ളൂ. വീട്ടിൽ അല്ലെങ്കിൽ അമ്മയുടെ അസുഖമൊക്കെ മാറി റിസൾട്ട് വന്നു. ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് പേപ്പർ റിസൾട്ട് വന്നിട്ടുണ്ട്. എന്താ മക്കളെ ഓപ്പറേഷൻ കഴിഞ്ഞ് ചെയ്തത്? ഇപ്പൊ അസുഖമെല്ലാം മാറിയിട്ടുണ്ടെന്നുള്ള റിസൾട്ടാണിത്. വേറെ കുഴപ്പമൊന്നുമില്ല. എല്ലാം മാറിയിട്ടുണ്ട്. നമുക്ക് ഒന്ന് ആരോഗ്യവതിയാണ്. ഇനി നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. ഒരു സന്തോഷമുണ്ട്. രോഗിയൊന്നും മാറ്റി നിർത്തേണ്ട. ഈ രോഗത്തെ നിർത്തേണ്ട. ഈ രോഗം എന്താണ് പറയൂ. മിനിങ്ങാന്ന് വിനോദ് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത് അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു. ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് റിസൾട്ട് വന്നു. അമ്മയ്ക്ക് ഒരു അസുഖമില്ലെന്ന് ഇന്നലെ മനസ്സിലായി. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ അടുത്ത ആഴ്ച അങ്ങോട്ട് വരാം. കുഴപ്പമില്ല. ഇത്രയും നാൾ എന്തിനാണ് മാറ്റി നിർത്തിയെന്ന് എനിക്ക് മനസ്സിലായി. നമ്മളെ പൈസ മാത്രം അയച്ചെന്നാൽ പിന്നെ അമ്മയുടെ കാര്യം ആര് നോക്കും? ഇത്രയും ദിവസം അമ്മ ജോലിക്ക് പോയിട്ടാണ് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ മൾട്ടി മാർക്കറ്റിംഗ് ഫോണിൽ ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് ഇപ്പം ഇത്രയും നാൾ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അച്ഛൻ എന്തോന്ന് വിചാരിച്ച്? ഇനി അച്ഛൻ ഇങ്ങോട്ട് വരണമെന്നില്ല കേട്ടോ. ശരി, ഓക്കെ. നമസ്കാരം, ഞാൻ സിന്ധു വിഷ്ണുനാഥ്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ കഥാ സിന്ധു കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ലോകത്ത് നിന്നും രോഗിയല്ല മാറ്റി നിർത്തേണ്ടത്, രോഗത്തെയാണ് മാറ്റി നിർത്തേണ്ടത്.